ചങ്ങന്മാരെല്ലാവർക്കും സുഖല്ലേ? ഞാൻ പറയാൻ പോകുന്നത് ഇന്നൊരു പ്രത്യേകതരം അച്ഛനെ കുറിച്ചാണ്. അച്ഛൻ പറയുന്നത് എന്താ വെച്ചാല് നമ്മൾ മനുഷ്യത്വം ഉള്ളവരെല്ലാം കൂടിയിട്ട് അച്ഛനെ സംഖ്യയാക്കി ക്രിസംഖ്യയാക്കി പോലും. ഈ പറഞ്ഞ അച്ഛന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. കാരണം ഇതുപോലുള്ള അച്ഛന്മാരുടെ പേര് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് നല്ല അച്ഛന്മാരുണ്ട്, അവരുടെ പേരൊക്കെ നമുക്കറിയാല്ല. പക്ഷെ ഇതുപോലെ കാസയായും ക്രിസംഖ്യയായും നടക്കുന്ന അച്ഛന്മാരുടെ പേര് അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമുക്കെന്തായാലും ആ അച്ഛൻ കാറിൽ ഇരുന്നു കൊണ്ടാണ് ഈ വേദനാജനകമായ കാര്യം പറഞ്ഞത്. നമുക്കെന്തായാലും അച്ഛന്റെ നിങ്ങൾ എന്നെ സംഖ്യയാക്കി നിങ്ങൾ എന്നെ കാസയാക്കി എന്ന നാടകം കണ്ടിട്ട് വന്നാലോ? അടുത്ത ബെല്ലോടുകൂടി ആ അച്ഛന്റെ നാടകം തുടങ്ങിയായി. നിങ്ങൾ എന്നെ കാസയാക്കി ക്രിസംഖ്യയാക്കി സംഖ്യയാക്കി. നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ബാ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവരെ BJP-കാരാക്കിയെന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നോക്കി ഭാവി തലമുറ പറയുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് വളരെ വിഷമത്തോടെ പറയാതെ വയ്യ. അച്ഛൻ ഒരു വിഷമവുമില്ല, അച്ഛൻ നല്ല ഹാപ്പിയാണ്. അത് അച്ഛന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അച്ഛന്റെ ആ കണ്ണുകളിൽ ഒരു കാസാക്കാരന്റെയും ഒരു ക്രിസംഖ്യയുടെ സന്തോഷം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കാസ അനുകൂലികൾക്ക് സാധാരണ നല്ലവരായ ക്രൈസ്തവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ് അച്ഛന്റെ ആ മുഖത്ത് ഞാൻ കാണുന്നത്. അതുകൊണ്ട് അച്ഛൻ ഈ ചിരിച്ച മുഖത്തോടുകൂടി നല്ല വിഷമമുണ്ടെന്ന് അഭിനയിക്കരുത് അച്ഛ. അപ്പൊ എന്തായാലും അച്ഛന്റെ അടുത്ത അഭിനയത്തിലേക്ക് കടക്കാം. വാ. കാരണം മതേതരത്വം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കളും മതമേ ഇല്ലെന്ന് വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരും അതുപോലെ ചില കൺസർവേറ്റീവ് സോകോൾഡ് മുസ്ലിം സംഘടനകളുമൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന, ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ അവസാനം എത്തി നിൽക്കുക ഇതുപോലെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്കാണെന്ന് നമ്മൾ മറക്കരുത്. അച്ഛനിപ്പം മതമുണ്ടെന്നും മതമില്ലെന്നും പരിഹസിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തന്നെയല്ലേ കേരളത്തിലെ ക്രൈസ്തവർ ഇത്രയും ഉന്നതിയിലെത്താനുള്ള കാരണം? വേറെ ഏത് സംസ്ഥാനത്തുണ്ട്, ഇന്ത്യയിലെ വേറെ ഏത് സംസ്ഥാനത്തുണ്ട് ക്രൈസ്തവർ ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നത്? കേരളത്തിൽ ക്രൈസ്തവൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ക്രൈസ്തവൻ ധനമന്ത്രിയായിട്ടുണ്ട്, ക്രൈസ്തവന്മാർ പല മന്ത്രിസഭയിലും, അതിപ്പോ കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും ശരി കോൺഗ്രസിന്റെ ആയാലും ശരി, എല്ലാ മന്ത്രിസഭയിലും നല്ല ഉന്നതമായ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രണ്ടു പാർട്ടിയും ഭരിച്ചപ്പോ ക്രൈസ്തവർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ, പറഞ്ഞാ തീരാത്ത അത്ര ആനുകൂല്യങ്ങൾ ഈ മതമുള്ളതും മതമില്ലാത്തതുമായ രണ്ടു പാർട്ടിക്കാർ കേരളത്തിൽ ക്രൈസ്തവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വന്ന വഴി മറക്കല്ല അച്ചോ. പിന്നെ അച്ഛൻ പറഞ്ഞ ചില മുസ്ലിം സംഘടനകൾ ക്രൈസ്തവർക്ക് നേരെ തിരിയുന്നു. എപ്പോഴാണ് അച്ചോ മുസ്ലിം സംഘടനകൾ ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ അക്രമം ഉണ്ടായപ്പോഴൊക്കെ ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ നിങ്ങളുടെ കൂടെ ഒരുമിച്ചിട്ടില്ല നിന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ കൂടെ നിന്നിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ ആ സംഘടനകളെ ഇപ്പൊ ഇകഴ്ത്തി കാണിക്കുന്നതും അതും ശരിയാണോ അച്ചോ? പിന്നെ അച്ഛൻ ഇപ്പം കാസയിലേക്ക് പോകുന്നു, BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞില്ലേ? ഇവരൊക്കെ തന്നെയാണ് ഉത്തരേന്ത്യയിൽ നിങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ തന്നെയാണ് ഇവിടെ വന്നാലും നിങ്ങളെ ആക്രമിക്കുക. അതുകൊണ്ട് ആക്രമിക്കുന്ന BJP-കാർക്കും കാസക്കും വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ സംസാരിക്കുന്നത് കേട്ടാ. നമുക്ക് അച്ഛന്റെ അടുത്ത സന്തോഷത്തിലേക്ക് കടക്കാം. നമ്മൾ മറക്കരുത്, കാസ പോലെയുള്ള സംഘടനകൾ ഉത്ഭവിക്കുന്നതിനും അല്ലെങ്കിൽ ഭാവിയിൽ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പിന് വേണ്ടി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ക്രിസ്ത്യൻ ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുപക്ഷെ രൂപം കൊണ്ടേക്കാം. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ്, വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഒരു സാഹചര്യങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളും ചില സോക്കോൾഡ് സംഘടനകളും ഒക്കെ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. വളരെ സന്തോഷത്തോടെ ക്രിസ്ത്യാനികളും മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഒക്കെ ജീവിക്കുന്ന, സാക്ഷരത പൂർണ്ണമായിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കേരളത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. കാരണം അതുപോലെയാണ് ചിലർ പ്രവർത്തിക്കുന്നത്. ഒരു PTA-യിൽ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയങ്ങൾ പോലും അതിനെ ഇത്ര വഷളാക്കിയത് വിവേകരഹിതമായ ഭീഷണിയുടെ സ്വരം നിറഞ്ഞ പ്രിയബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണോ അച്ഛൻ ഇത്രമാത്രം കുരുപൊട്ടിച്ചത്? നിങ്ങളെ കാസ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിന്റെ വെല്ലുവിളി നിങ്ങൾ കേട്ടില്ല. ഒരു ചാനൽ വന്നിരുന്ന് പച്ച വർഗീയത പറഞ്ഞ ഒരച്ഛന്റെ വെല്ലുവിളി നിങ്ങൾ കേട്ടില്ല. എന്തിനു നിങ്ങളെ പ്രിൻസിപ്പൽ നടത്തിയ നാടകം നിങ്ങൾ കണ്ടില്ല, പച്ച വെല്ലുവിളി നിങ്ങൾ കണ്ടില്ല. അതൊന്നും നിങ്ങൾ കാണൂല, കേൾക്കൂല. കാരണം നിങ്ങൾ കാസയാണ്, കാസ അനുകൂലിയാണ്. അതുകൊണ്ട് കാസക്കാർ ചെയ്യുന്ന ഒരു ചറ്റത്തരവും നിങ്ങൾ കാണൂല. പിന്നെ നിങ്ങൾ കാണുന്ന ചിലതുകൊണ്ട് ഉത്തരേന്ത്യയിൽ കന്യാസിമാർ, ഛത്തീസ്ഗഡിൽ കന്യാസിമാർ അക്രമം നേരിട്ടപ്പോ നിങ്ങൾ ഈ പുകഴ്ത്തുന്ന കാസയാണ് സംഘപരിവാറിന്റെ കൂടെ നിന്നിട്ട് ആ കന്യാസിമാരെ തെറി വിളിച്ചത്. അതും നിങ്ങൾ കാണൂല. കാരണം ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞത് അന്നെന്നും ഇതിലും വലിയ സാഹചര്യം ഉണ്ടായപ്പോ അച്ഛൻ ഇതുപോലെ കാറിൽ ഇരുന്നു കൊണ്ട് പൊട്ടിത്തെറിക്കുന്നത് കേരള സമൂഹം കണ്ടിട്ടില്ല, ക്രൈസ്തവ സമൂഹവും കണ്ടിട്ടില്ല. നമുക്കിനി ഈ അച്ഛൻ കാറിൽ ഇരുന്നുകൊണ്ട് അവസാനമായി എന്താണ് പൊട്ടിത്തെറിക്കുന്നത് കേട്ടിട്ട് വന്നാലോ? ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനികളെ ചിതറിക്കാനായി ക്രിസ്തീയ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അവർ ചിതറിപ്പോകുന്നു. സഭാചരിത്രം എടുത്തു നോക്കിയാൽ ക്രിസ്ത്യാനികൾ ഒന്നിച്ചതെല്ലാം
ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഭയ്ക്ക് പീഡനം ഉണ്ടായപ്പോഴാണ്. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനികളെ ഒരുമിപ്പിക്കാനുള്ള നല്ല പ്രവൃത്തിയായിട്ടും കൂടെ ഞാൻ കാണുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനികളെ തകർക്കാമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ക്രിസ്ത്യാനികളെ കൂടുതൽ ഒരുമിപ്പിക്കും. ഇവിടെ വേണ്ടത് ഒരുമയും സ്നേഹവും സന്തോഷവും നിറഞ്ഞ എല്ലാവരും ഒന്നു ചേർന്ന് ജീവിക്കുന്ന ഒരു കേരളമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കേരളത്തെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം വിട്ടുകൊടുത്തുമൊക്കെ നമുക്ക് കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ലാഭം കൊയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കണമെന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലാഭം കൊയ്യുന്ന കേരളത്തിൽ ഈ സംഭവത്തിലൂടെ ലാഭം കൊയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് അച്ഛനും കൂടി മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടി അച്ഛൻ ഇത്രയും സമയം പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന BJP ആണ്, സംഘപരിവാറാണ്. അത് അച്ഛന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അച്ഛൻ അറിയില്ല എന്ന് നടിക്കുന്നതാണ്. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ക്രൈസ്തവർ ഒരുമിക്കണം. കേരളത്തിലൊന്നല്ല, ഇന്ത്യയിലെ മൊത്തം ക്രൈസ്തവരും ഒരുമിച്ച് നിൽക്കണം. പക്ഷെ കുറച്ചു കാലം മുന്നേ കുറച്ച് കന്യാസിമാർ തെരുവിൽ ഒരു അച്ഛനെതിരെ പോരാടിയപ്പോൾ നിങ്ങൾ ക്രൈസ്തവർ ഒരുമിച്ചില്ല. ആ കന്യാസിമാരെ നിങ്ങൾ അന്ന് തള്ളിപ്പറഞ്ഞു. അന്ന് നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആ കന്യാസിമാർ അവർ ഒരുപാട് വേദനയോടുകൂടി അവരുടെ ആ തിരുവസ്ത്രം ഉപേക്ഷിച്ച് അന്നെന്തേ ക്രൈസ്തവർ ഒരുമിച്ച് നിന്നിട്ട് ആ കന്യാസിമാരെ കൂടെ കൂടിയില്ല? അങ്ങനെ എത്ര കന്യാസിമാർ പല പല സമയങ്ങളിലായി ചിലർക്കെതിരെ പരാതി പറയുന്നു. അന്നൊന്നും ആ കന്യാസിമാരുടെ കൂടെ കൂടിയില്ല നിങ്ങൾ. അങ്ങനെ ചില സമയങ്ങളിൽ മാത്രം ഒരുമിച്ച് നിൽക്കല്ലച്ചോ, എല്ലാ സമയത്തും നിങ്ങൾ കൂടെ നിൽക്ക്. നിങ്ങളെ കൂട്ടത്തിലുള്ള നല്ലവരുടെ കൂടെ നിൽക്ക്. പിന്നെ കേരളത്തിൽ ഞാൻ അറിയുന്ന എല്ലാ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളും ഹിജാബ് ധരിക്കുന്നതിൽ ഒരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ ഈ സ്കൂളിൽ മാത്രം പ്രത്യേകതരം ഒരു കുരുവൊട്ടൽ എന്താണ്? ആ കുരുവൊട്ടലിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് മലയാളി ആ സത്യം മനസ്സിലായത്. അവിടെ കാസയാണ്, കാസ ഭൂരിവശമുള്ള മാനേജ്മെന്റ് ആണ് ആ സ്കൂൾ ഭരിക്കുന്നത്. ആ കാസ മാനേജർ നടത്തുന്ന തെറ്റായ തീരുമാനം മാറ്റാൻ വേണ്ടി എന്തുകൊണ്ട് ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കുന്നില്ല? അവരുടെ തെറ്റ് തിരുത്തണം. നിങ്ങൾ പറയണം മറ്റുള്ള സ്കൂളിൽ ഒന്നുമില്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു സംഭവം മാറ്റണമെന്ന് പറയാൻ വേണ്ടി എന്തുകൊണ്ട് ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കുന്നില്ല? അതുകൊണ്ട് അച്ഛൻ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഒരുമിച്ച് നിൽക്കാൻ അനുവദിക്കാത്തത് കേരളത്തിലെ മുസ്ലിങ്ങളോ കേരളത്തിലെ ഹിന്ദുക്കളോ അല്ല, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ ഒറ്റുന്ന ഒരു ചെറിയ കൂട്ടം ആൾക്കാരാണ്. അവരുടെ പേരാണ് കാസ, ക്രിസംഗികൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ കാസകളെ തള്ളി പറഞ്ഞില്ലെങ്കിൽ അവർ അവസാനിപ്പിക്കുന്നത് കേരളത്തിലെ നല്ലവരായ ക്രൈസ്തവരുടെ സമാധാനം കൂടിയാണ്. ഒരുപാട് നല്ലവരായ ക്രൈസ്തവർക്ക്, അത് പള്ളിലച്ചന്മാരായാലും ശരി കന്യാസ്ത്രീമാരായാലും ശരി, അവർക്കൊക്കെ കാസയുടെ മനോഭാവം കൃത്യമായി മനസ്സിലായി. പക്ഷെ എന്നാലും അച്ഛനെ പോലെ സത്യം ഒരിക്കലും മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്ത കുറച്ച് അച്ഛന്മാർക്ക് കാസ ഇപ്പോഴും മനസ്സിലായില്ല. അവർ കാസക്ക് വേണ്ടി പട്ടുപരവതാനി വിരിക്കുകയാണ്. ആ പട്ടുപരവതാനിയിൽ കൂടി കാസയുടെ കൂടെ വരുന്നത് സംഘപരിവാറാണ്. നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ഇനിയും ആക്രമിക്കുന്ന സംഘപരിവാറാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. അതുകൊണ്ട് ഓൾറെഡി കാസയായവരും കാസ മനോഭാവമുള്ളവരും ഞങ്ങളെല്ലാം കൂടി നിങ്ങളെ ക്രിസംഖ്യയാക്കിയേ, നമ്മളെല്ലാം കൂടി നിങ്ങളെ സംഖ്യയാക്കിയേ എന്നുള്ള നാടകം അവസാനിപ്പിക്കുക. അപ്പൊ എല്ലാ നല്ലവരായ ക്രൈസ്തവരോട് എനിക്ക് പറയാനുള്ളത്, കാസയെ നിങ്ങൾ അകറ്റുക, കാസയെ നിങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ കൂട്ടാതിരിക്കുക. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.